ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കൃഷ്ണയുടെയും രാഹുലിൻ്റെയും ഭാഗം 3 ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റൂമിൽ കിടന്നിട്ട് കൃഷ്ണയ്ക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. എന്താവും രാഹുൽ എന്നോട് പറയാനുണ്ടാവുക? എന്താന്ന് കേൾക്കാമായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നിയാവോ? എനിക്കൊരു സങ്കടം പോലെ. ഇനിയിപ്പോൾ രാഹുലിനെ കാണാൻ പറ്റില്ലാവോ? അങ്ങനെ അടുത്ത ദിവസമായി. നല്ല കാറ്റുള്ള ദിവസമായിരുന്നു. കാർമേഘങ്ങൾ വന്ന് മൂടിക്കിടക്കുന്നുണ്ട്. നിമിഷ ഇന്ന് വന്നില്ല. അവൾക്ക് പനിയാണ്. കൃഷ്ണ വീട്ടിൽ നിന്നിറങ്ങി. മോളെ, കൊട എടുത്തോ നീ? വേണ്ട അമ്മായി, മഴ പെയ്യില്ലായിരിക്കും. കുറച്ച് നടന്നതും ആകെ ഇരുട്ട് മൂടിത്തുടങ്ങി ചുറ്റിലും. കൃഷ്ണ ആകാശത്തേക്ക് ഒരു നോട്ടം നോക്കി. അവളുടെ മുഖത്തേക്ക് ഒരു മഴത്തുള്ളി വീണു. പൊടുന്നനെ ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് കോരിച്ചൊരിയുന്ന മഴ പെയ്യാൻ തുടങ്ങി. കൃഷ്ണ ചുറ്റും നോക്കി. കയറി നിൽക്കാൻ ഒരു സ്ഥലവും അവൾ കണ്ടില്ല. അവളുടെ ചുരിദാറെല്ലാം നനയാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഓടാൻ തുടങ്ങി. അപ്പോൾ ആരോ വന്ന് അവളുടെ കൈകൾ പിന്നിലേക്ക് വലിച്ചു. എന്നിട്ട് അവളെ ഒരു കുടക്കീഴിൽ നിർത്തി. അവൾ മുഖം ഉയർന്നു നോക്കി. രാഹുൽ. അവൾ ഒന്ന് ഞെട്ടി. അവളുടെ ഉള്ളിൽ പേടിയും സ്നേഹവും നിറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് കൃഷ്ണയ്ക്ക് അറിയില്ലായിരുന്നു. അവൾ ചുറ്റും നോക്കി. പേടിയോടെ കോരിച്ചൊരിയുന്ന മഴ മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ രാഹുലിനെയും. രാഹുലാണെങ്കിൽ കണ്ണിൻ്റെ ഇമ വെട്ടാതെ കൃഷ്ണയെ നോക്കിക്കൊണ്ടിരുന്നു. കൃഷ്ണ വേഗം കൈ വലിച്ചു. കൈ വലിക്കുന്നതിനിടയിൽ അവളുടെ കുപ്പിവളകൾ പൊട്ടി. രാഹുലിൻ്റെ കൈ മുറിഞ്ഞു. അത്രയും ശക്തിയായിരുന്നു രാഹുലിൻ്റെ കൈപിടുത്തം. കൈ വിടിയിക്കാൻ കൃഷ്ണയ്ക്കായില്ല. രാഹുൽ കൃഷ്ണയോട് പറഞ്ഞു, കൃഷ്ണ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കേൾക്കാതെ നിനക്ക് പോകാൻ കഴിയില്ല. കൃഷ്ണ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എൻ്റെ പെണ്ണാണ്. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നീ എൻ്റെയാണ്. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഞാൻ പോയി വരുന്ന വഴി എനിക്കായി നിനക്ക് കാത്തിരിക്കാൻ കഴിയുമോ? കൃഷ്ണയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കൃഷ്ണയും രാഹുലിനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് മഴ തോർന്നു. കൃഷ്ണ വീണ്ടും കൈ വലിച്ചു. രാഹുലിൻ്റെ കൈകൾ ഈ പ്രാവശ്യം മുറുകിയായിരുന്നില്ല. കൈകൾ വലിഞ്ഞതും രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ചോര ഒലിക്കുകയായിരുന്നു. കൃഷ്ണയ്ക്ക് ആകെ സങ്കടമായി. കൃഷ്ണ കയ്യിലിരുന്ന ഷാളിൻ്റെ ഒരു ഭാഗം മുറിച്ച് വേഗം തന്നെ രാഹുലിൻ്റെ കൈകൾ മുറുക്കി കെട്ടിക്കൊടുത്തു. ചോര നിന്നു. അവളെല്ലാം വൃത്തിയാക്കി. നീ ഒന്നും പറഞ്ഞില്ലല്ലോ? രാഹുൽ ചോദിച്ചു. രാഹുൽ, എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയണില്ല. ഇതാദ്യമായാണ് ഇങ്ങനെ. എനിക്കറിയില്ല. ഇത് കേട്ടതും രാഹുലിന് ദേഷ്യം വന്നു. രാഹുൽ വേഗം അവിടെ നിന്ന് പോയി. കൃഷ്ണയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ കരഞ്ഞു. പിന്നീട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് കൃഷ്ണ രാഹുലിനെ കുറിച്ച് ഓർത്തു. എനിക്കിഷ്ടമാണെന്ന് തോന്നുന്നു ആ ചേട്ടനെ. പക്ഷേ എനിക്ക് പറയാൻ കഴിയില്ല. വീട്ടിലറിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. അമ്മായി അറിഞ്ഞാൽ എൻ്റെ പഠിപ്പ് നിർത്തും. വേണ്ട, ഒന്നും വേണ്ട. അതാ നല്ലത്. അവൾ വേഗം വീട്ടിലെത്തി. അമ്മായി ചോദിച്ചു, മോളെ, വാ, നമുക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ പോയാലോ? 2 ദിവസം മുടക്കല്ലേ നിനക്ക്? കൃഷ്ണ മറുപടി ഒന്നും പറഞ്ഞില്ല. മോളെ കൃഷ്ണേ, പോകേണ്ടേ നിനക്ക്? അയ്യോ അമ്മായി, നമുക്ക് പോകാം. ഞാൻ കുളിച്ചിട്ടൊന്ന് വേഗം വരാം. അവൾ റൂമിലോട്ട് നടന്നു. ഈ കുട്ടിക്ക് എന്താ പറ്റിയേ? അമ്മായി ഓർത്തു. അമ്മാവനോട് യാത്ര പറഞ്ഞ് അവർ കാവന്നൂർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിലെത്തിയതും ശരണ്യ ഓടി വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. ഇനി പോകണ്ട ചേച്ചി, നീ പോയപ്പോൾ എനിക്കിവിടെ കളിക്കാൻ ആരുമില്ലടി. കൃഷ്ണ ചിരിച്ചു. അത്താഴത്തിനുള്ള സമയമായി. എല്ലാവരും കൂടി കഴിച്ചു. അതിനുശേഷം കൃഷ്ണയുടെ അമ്മ ചോദിച്ചു, നിനക്ക് ഇഷ്ടമായ മോളെ അവിടം? കൃഷ്ണ തലയാട്ടി. ദേ ഉഷേ, ഇവൾക്ക് അവിടെ ഒരു വലിയ കൂട്ടുകാരിയുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി ഇവൾ. എൻ്റെ അമ്മേ, എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ആയി. കോളേജിൽ പോവല്ലേ ഞാൻ വലിയ കുട്ടിയായി അമ്മേ. ഉഷേ, നാളെ രാവിലെ ഞങ്ങൾ ഇറങ്ങൂട്ടോ. അങ്ങേരവിടെ ഒറ്റയ്ക്കല്ലേ? ശരി ചേച്ചി, നാളെ ഭക്ഷണം കഴിച്ചിറങ്ങിക്കോ. രാത്രിയാകുമ്പോഴേക്കും വീടെത്താലോ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. കൃഷ്ണ തെയ്യാനത്ത് വീട്ടിലെത്തി. അമ്മായി പറഞ്ഞു, നീ വരുന്നുണ്ടോ? ഞാൻ നിൻ്റെ നിമിഷയുടെ വീട്ടിൽ പോകുന്നുണ്ട്. കൃഷ്ണയും കൂടെ ഇറങ്ങി. എന്താ അമ്മായി അവിടെ പോകുന്നേ? എടീ, കുടുംബശ്രീയുടെ ചിട്ടി അടയ്ക്കാനാടി. നിമിഷയുടെ വീട്ടിലെത്തിയതും കൃഷ്ണയ്ക്ക് ആകെ പരിഭ്രാന്തിയായി. രാഹുലിനെ കണ്ടാലോ?
എന്തെങ്കിലും ആ ചേട്ടൻ പറഞ്ഞാലോ എന്നായിരുന്നു കൃഷ്ണയുടെ മനസ്സ് മുഴുവൻ. അപ്പോഴാണ് നിമിഷയുടെ അമ്മ പറഞ്ഞത്, നിങ്ങൾ വന്ന ദിവസം നല്ലതാ, ഇവിടുത്തെ അച്ഛൻ്റെ പിറന്നാളാണ്, പായസം കുടിച്ചിട്ട് പോകാട്ടോ. ഏയ് ഞാൻ പോവാണ്, എന്നെ കണ്ടില്ലെങ്കിൽ അങ്ങേര് കയറോടിക്കും. ഇവളിവിടെ നിന്നോട്ടെ. കൃഷ്ണ ആകെ ഞെട്ടി. അമ്മായി ഞാനുണ്ട്. ഏയ് അവർ ഇത്ര പറഞ്ഞതല്ലേടി, നീ പായസം കുടിച്ചിട്ട് വാ. ഞാൻ അമ്മാവനോട് പറഞ്ഞോളാം. നിമിഷയ്ക്ക് സന്തോഷമായി. നിമിഷ അവളെ വേഗം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീടെല്ലാം പരിചയപ്പെടുത്തി. അങ്ങനെ അവർ രാഹുലിൻ്റെ മുറിയിലെത്തി. വാടി, ഇതാണ് ചേട്ടൻ്റെ മുറി. മുറിയിലെത്തിയതും ഏതോ ഒരു ചന്ദനത്തിൻ്റെ മണം പരന്നു. കൃഷ്ണ ചുറ്റും നോക്കി. നിറയെ ഫുട്ബോൾ കളിക്കാരുടെ ഫോട്ടോകളാണ് ചുറ്റിലും. അവിടെ ഒരു വലിയ ടേബിളുണ്ട്. എടി, എൻ്റെ ചേട്ടൻ നല്ലോണം ബുക്സൊക്കെ വായിക്കൂടി. ബുക്ക് പ്രേമിയാണ്, ഒപ്പം ഫുട്ബോൾ ഭ്രാന്തനും. കൃഷ്ണ ചിരിച്ചു. റൂം വിട്ടു പോകുന്ന വഴി അവിടെ അവളുടെ കുപ്പിവളകൾ ഒളിച്ചിരിക്കുന്നത് അവൾ കണ്ടു. മേശപ്പുറത്താണ് അവൾ കണ്ടത്. അപ്പം തന്നെ കൃഷ്ണയുടെ മുഖത്തൊരു ചിരി വന്നു. അപ്പോഴേക്കും നിമിഷയെ അമ്മ വിളിച്ചു. നിമിഷ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയി. കൃഷ്ണ ആ മുറി ചുറ്റി നടന്ന് കാണാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഒരു കാൽപാദത്തിൻ്റെ സ്വരം കേട്ടു. ഒപ്പം വാതിലടഞ്ഞു. കൃഷ്ണ തിരിഞ്ഞു നോക്കി. കൂട്ടുകാരെ, എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.